തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പൊന്മുടി, കല്ലാർ, മങ്കയം ഇക്കോ ടൂറിസം സെന്ററുകൾ അടച്ചിടും. MG പ്രതീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രതീഷ്, തിരുവനന്തപുരത്തെ മഴയുടെ സാഹചര്യം എന്താണ്? നിലവിൽ ശക്തമായ നിലയിൽ മഴ പെയ്യുന്നുണ്ടോ? കഴിഞ്ഞ തവണ മഴയൊക്കെ പെയ്തപ്പോൾ പലയിടത്തും വെള്ളക്കെട്ടും ദിവസങ്ങളോളം വെള്ളം ഇറങ്ങാത്ത സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നതാണല്ലോ തിരുവനന്തപുരത്ത്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? ഗോകുൽ, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് അതിശക്തമായ മഴയില്ലെങ്കിലും മഴയ്ക്ക് ശമനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴയാണ്, അതിപ്പോഴും തുടരുകയാണ്. ചാറ്റൽ മഴയായും ചില സമയങ്ങളിൽ ശക്തമായ മഴയായും തിരുവനന്തപുരം നഗരത്തിൽ ഈ പ്രതികൂല കാലാവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. തിരുവനന്തപുരം നഗര മേഖലകളിലും ഒപ്പം മലയോര മേഖലകളിലും അടക്കം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതിനു പുറമെ മറ്റ് ജില്ലകളിലും കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ശ്രീലങ്കൻ തീരത്ത് നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴ കൂടുതൽ ശക്തമാകാനുള്ള കാരണം. മലയോര മേഖലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നൽകുന്നത്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊന്മുടി, കല്ലാർ, മങ്കയം ഇക്കോ ടൂറിസം സെന്ററുകൾ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലേക്ക് വിനോദസഞ്ചാരികൾ അടക്കം യാത്ര ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നത്. നിലവിൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയുണ്ട്. അതാണ് മത്സ്യത്തൊഴിലാളികൾക്കും തീരമേഖലയിലുള്ളവർക്കും പ്രത്യേക ജാഗ്രത നൽകാനുള്ള കാരണവും. എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകാനുള്ള ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. തിരുവനന്തപുരം നഗരത്തിലും മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട്, നേരത്തെ ഉണ്ടായിരുന്ന മഴയ്ക്ക് സമാനമായി വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടൊന്നും തന്നെ തിരുവനന്തപുരം നഗര മേഖലകളിലില്ല. ഏതെങ്കിലും തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയാണെങ്കിൽ ഉടൻ തന്നെ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന നിർദ്ദേശവും ഇതിനോടകം തന്നെ അധികാരികൾ നൽകിയിട്ടുണ്ട്. ഗോകുൽ, പ്രതീക്ഷ, ഈ മഴ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാൾ തുടരും ഈ തരത്തിൽ എന്നാണ് ഒരു പ്രവചനം? ഒപ്പം ഈ ക്യാമ്പുകളിലേക്ക് സജ്ജീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് കണക്ക് കൂട്ടിയുള്ള മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും എങ്ങനെയാണ്? ഉന്മേഷ, കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം നാളെ വലിയ മഴ മുന്നറിയിപ്പുകൾ ഒരു ജില്ലകളിലുമില്ല. എറണാകുളം ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഈ മഴ മുന്നറിയിപ്പുകൾ ഏത് സമയത്ത് വേണമെങ്കിലും മാറി മറിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ വരും ഈ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന പ്രകാരം 2 ദിവസം കൂടി മഴ ശക്തമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടുതൽ ആളുകളെ ക്യാമ്പിലേക്ക് നിലവിൽ മാറ്റി പാർപ്പിച്ചിട്ടില്ല. കാരണം അതിശക്തമായ മഴ തിരുവനന്തപുരം ജില്ലയിലില്ല. ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുന്ന തരത്തിലേക്കും മഴ പോയിട്ടില്ല. അതേസമയം തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗത്ത് 2 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അവശ്യ ഘട്ടങ്ങളിൽ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഇത് കൃത്യമായി ഈ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരുന്നുണ്ട്. നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ നേരത്തെ ഉയർത്തിയിരുന്നു. ഇതിന് സമീപത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ വലിയ തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചില്ല. മറ്റ് ജില്ലകളിലും മഴയുണ്ട് എങ്കിലും അതിശക്തമായ ഒരു മഴയിലേക്ക് പോയിട്ടില്ല. ഗോകുൽ, ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്തെ സാഹചര്യം വിശദീകരിച്ചത്. ഏതായാലും മഴ അതിശക്തമല്ലെങ്കിലും ഇടമുറിയാതെ പെയ്യുകയാണ് തിരുവനന്തപുരത്ത്. രാവിലെ മുതൽ അങ്ങനെ നിർത്താതെ പെയ്യുകയാണ് തിരുവനന്തപുരത്ത് മഴ. അതുകൊണ്ട് തന്നെ പൊന്മുടി, കല്ലാർ, മങ്കയം തുടങ്ങിയ ഇക്കോ ടൂറിസം സെന്ററുകൾ, മലയോര മേഖലയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര പാടില്ല, അവ അടച്ചിടും എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.